ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്റ്റഡി ചിപ്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 3ാം ക്ലാസ്സിലെ EVS ടെക്സ്റ്റ് ബുക്കിലെ 4ാമത്തെ യൂണിറ്റായ ദി പവർ ഓഫ് ക്ലീനിനെസ് എന്നതിൻ്റെ 2ാം ഭാഗമാണ്. 1ാം ഭാഗത്തിൽ നമ്മൾ പേഴ്സണൽ ഹൈജീനെ കുറിച്ച് പഠിച്ചു. ഇനി നമുക്ക് എൻവിയോൺമെൻറ്റൽ ക്ലീൻലിനെസ്സിനെ കുറിച്ച് പഠിക്കാം അല്ലേ. എൻവിയോൺമെൻറ്റൽ ക്ലീൻലിനെസ് അല്ലേ, പരിസര ശുചിത്വം. നമ്മുടെ പേഴ്സണൽ ഹൈജീനിലെ വ്യക്തി ശുചിത്വം പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ പരിസര ശുചിത്വവും. എൻവിയോൺമെൻറ്റൽ ക്ലീൻലിനെസ്സിൽ അല്ലേ, നമ്മളെ വൃത്തിയാക്കുന്നത് പോലെ തന്നെ നമ്മുടെ പരിസരവും നമ്മൾ വൃത്തിയാക്കണം. എൻവിയോൺമെൻറ്റൽ ക്ലീൻലിനെസ് അല്ലേ, പരിസര ശുചിത്വം. നൗ ലെറ്റസ് പ്ലേ എ സ്കിറ്റ്. നമുക്ക് എന്താണ് ഒരു സ്കിറ്റ്, ഒരു നാടകം കളിക്കാം. ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ്? ഹൗസ് ഫ്ലൈ, മോസ്കിറ്റോ, റാറ്റ് അല്ലേ. ഹൗസ് ഫ്ലൈ ഈച്ച, മോസ്കിറ്റോ കൊതുക്, റാറ്റ് എലി. ഇവരാണ് ഇതിലുള്ള ക്യാരക്ടേഴ്സ്. സീൻ 1 അല്ലെ, രംഗം 1. ഒന്നെന്താണ്? ഹൗസ് ഫ്ലൈ ആൻഡ് മോസ്കിറ്റോ മീറ്റ്. ഹൗസ് ഫ്ലൈയും മോസ്കിറ്റോയും കണ്ടുമുട്ടുന്നു. ഈച്ചയും കൊതുകും അല്ലേ. മോസ്കിറ്റോ നമ്മുടെ കൊതുക്, ഹൗസ് ഫ്ലൈ ഈച്ച. അപ്പോൾ കൊതുക് എന്താണ് പറയുന്നത്? ഹലോ മിസ്റ്റർ ഫ്ലൈ, ഡു യു നോ മീ? ഹലോ മിസ്റ്റർ ഫ്ലൈ, നിനക്കെന്നെ അറിയാമോ? അപ്പോൾ ഹൗസ് ഫ്ലൈ എന്താണ് പറയുന്നത്? ഈച്ച എന്താണ് പറയുന്നത്? ഓഫ് കോഴ്സ് ഐ നോ യു. തീർച്ചയായും നിന്നെ എനിക്കറിയാം. യു ആർ ദി ബ്രേവ് വൺ ഹൂ ഡ്രിങ്ക്സ് ദി ബ്ലഡ് ഓഫ് ഹ്യൂമൻസ്. മനുഷ്യരുടെ രക്തം കുടിക്കുന്ന ആ വീരൻ നീയല്ലേ എന്ന് ചോദിക്കുകയാണ്. ആർ നോട്ട് യു? നീയല്ലേ. ഐ ആം ഹാപ്പി ടു മീറ്റ് യു ബ്രദർ. ഞാൻ എന്താണ്? സന്തോഷവാനാണ് നിന്നെ കണ്ടതിൽ. യു സ്പ്രെഡ് മെനി ഡിസീസസ്. നീ എന്താണ്? കുറേ രോഗങ്ങൾ പരത്തുന്നുണ്ട് അല്ലേ, സ്പ്രെഡ് ചെയ്യുന്നുണ്ട്, ഡിസീസ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. മോസ്കിറ്റോ അല്ലെ, കൊതുക് എന്താണ് പറയുന്നത്? യെസ്, മെനി ഡിസീസസ് ലൈക്ക് ചിക്കൻ ഗുനിയ, ഡെങ്കി ഫീവർ, മലേറിയ ആൻഡ് എലിഫന്റിയാസിസ് ആർ സ്പ്രെഡ് എമോങ് ഹ്യൂമൻസ് ബിക്കോസ് ഓഫ് മീ. അല്ലേ, യെസ്, അതെ, ഞാൻ എന്താണ് കുറേ രോഗങ്ങളിലെ കുറേ ഡിസീസ് പരത്തുന്നുണ്ട്. ഏതൊക്കെയാണ്? ചിക്കൻ ഗുനിയ, ഡെങ്കി ഫീവർ, മലേറിയ ആൻഡ് എലിഫന്റിയാസിസ് അല്ലേ, മന്ദരോഗമില്ല, അതാണ് എലിഫന്റിയാസിസ്. ഇതൊക്കെ ഞാൻ പരത്തുന്നതാണ്. ബിക്കോസ് ഞാൻ കാരണമാണ് മനുഷ്യരിൽ പരക്കുന്നത് അല്ലേ. ഇറ്റ് മേക്സ് മീ വെരി സാഡ്. അതെന്നെ സാഡാക്കുന്നുണ്ട്, സങ്കടപ്പെടുത്തുന്നുണ്ട്. ബട്ട് വാട്ട് കാൻ ഐ ഡു? ഞാൻ എന്ത് ചെയ്യാനാ? ഹൗസ് ഫ്ലൈ അപ്പം എന്താണ് ചോദിക്കുന്നത്? ഈച്ച ചോദിക്കുകയാണ്. വേർ ഡു യു ലിവ് ബ്രദർ? നീ എവിടെയാണ് ജീവിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ മോസ്കിറ്റ് എന്താണ് പറയുന്നത്? ഇൻ ദിസ് സിറ്റി ഇറ്റ് സെൽഫ് അല്ലേ, ഈ സിറ്റിയിൽ തന്നെയാണ്. ദർ ഈസ് എ ഹൗസ് വിത്ത് വേസ്റ്റ് പൈൽഡ് അപ്പ് നിയർ ദി സീവേജ് ഡ്രെയിൻ. ഐക്കുചാലിനരികെ അല്ലെ, സീവേജ് ഡ്രെയിനരികെ ആയിട്ട് നിയറായിട്ട് എന്താണ്? മാലിന്യം കുന്നുകൂടി കിടക്കുന്നല്ലേ, വേസ്റ്റ് പൈൽഡ് വേസ്റ്റ് ഇങ്ങനെ കുന്നുകൂടി കിടക്കുന്ന വീടില്ല, അവിടെയാണ് ഞാൻ താമസിക്കുന്നത്. ദർ ആർ പ്ലേസസ് വിച്ച് ഫിൽഡ് വിത്ത് ഡേർട്ടി വാട്ടർ. അവിടെ എന്താണ്? അയക്ക് വെള്ളം അല്ലേ, അയക്ക് വെള്ളം, ഡേർട്ടി ആയിട്ടുള്ള വാട്ടർ ഫില്ല് ചെയ്തിട്ടുള്ള, നിറഞ്ഞു നിൽക്കുന്ന, കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളുണ്ട്. വി ലേ എഗ്സ് ദർ. ഞങ്ങൾ അവിടെയാണ് മുട്ടയിടുന്നത്. മൾട്ടിപ്ലൈ ആൻഡ് ടേക്ക് ഓവർ ദി പ്ലേസ്. എന്നിട്ട് എന്താണ്? മുട്ടയിട്ട് പെരുകുമല്ലേ, മൾട്ടിപ്ലൈ ചെയ്യും, കുറേ എണ്ണാവും. എന്നിട്ട് എന്താണ്? ഞങ്ങളെന്താണ്? ആ സ്ഥലം കീഴടക്കിയില്ലേ, ടേക്ക് ഓവർ ചെയ്തു. കെട്ടിക്കിടക്കുന്ന വെള്ളങ്ങളിലും വേസ്റ്റ് ആയിട്ടുള്ള വേസ്റ്റ് സാധനങ്ങളൊക്കെ കൂട്ടിയിടുന്ന സ്ഥലങ്ങളിലൊക്കെയാണ് ഞാൻ പെറ്റുപെരുകുന്നതെന്ന് പറയാണ് മോസ്കിറ്റോ അല്ലേ. അപ്പോൾ അവിടെയൊക്കെയാണ് ഈ കൊതുകുകൾ മുട്ടയിട്ട് വളരുന്നത്. സിമിലർലി വാട്ട് വുഡ് ദി ഹൗസ് ഫ്ലൈ ആൻഡ് ദി റാറ്റ് ഹാവ് ടു സേ ടു ഈച്ച് അതർ. അതുപോലെ തന്നെ നമ്മുടെ ഹൗസ് ഫ്ലൈക്കും നമ്മളെ ഈച്ചക്കും റാറ്റിനും അല്ലേ, എലിക്കും എന്താണ് പറയാനുണ്ടാവുക? കംപ്ലീറ്റ് ദർ കോൺവെർസേഷൻ ആൻഡ് പ്രസൻറ്റ് ഇറ്റ് ഇൻ ദി ക്ലാസ് അല്ലേ. ഇതുപോലെയുള്ള ഈ കോൺവെർസേഷൻ, ഇവർ തമ്മിലുള്ള കോൺവെർസേഷൻ എഴുതാനാണ് പറഞ്ഞത്. നമ്മളിപ്പോൾ ഹൗസ് ഫ്ലൈയും മോസ്കിറ്റോയും തമ്മിലുള്ളത് പറഞ്ഞു. അതേപോലെ അവർ പറയുന്നത് പോലെ റാറ്റും നമ്മുടെ ഹൗസ് ഫ്ലൈയും പറയുന്ന ഒരു കോൺവെർസേഷൻ എഴുതാനാണ് പറഞ്ഞത്. ഹു ആർ ദി ക്യാരക്ടേഴ്സ് ഇൻ ദി സ്കിറ്റ്. ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ്? നമ്മുടെ റാറ്റും ഹൗസ് ഫ്ലൈ ആണ് അല്ലേ. വാട്ട് ആർ ദി സിറ്റുവേഷൻസ് ഇൻ വിച്ച് ദേ മൾട്ടിപ്ലൈ അല്ലേ, അവർ മൾട്ടിപ്ലൈ ചെയ്യാൻ പെരുകാനുള്ള സിറ്റുവേഷൻസ് എന്തൊക്കെയാണ്? വാട്ട് ആർ ദി പ്രോബ്ലംസ് ദാറ്റ് ദേ ക്രിയേറ്റ് ഫോർ ഹ്യൂമൻസ് മനുഷ്യന്മാർക്ക് ഉണ്ടാക്കുന്ന പ്രോബ്ലംസിലെ എന്തൊക്കെയാണ് അല്ലേ, ഏതൊക്കെ രോഗങ്ങളാണ് അവർ പരത്തുന്നത്? ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് എന്താണ് ഒരു കോൺവെർസേഷൻ ചെയ്ത് നോക്കാം. എന്താണ് ഫ്ലൈ അല്ലേ, ഹൗസ് ഫ്ലൈ എന്താണ് പറയുന്നത്? ലൈക്ക് യു ഐ ആം ആൾസോ ലിവ് ഇൻ അൺഹൈജീനിക് പ്ലേസിലെ. നിന്നെപ്പോലെ ഞാൻ എന്താണ്? അൺഹൈജീനിക് ആയിട്ടുള്ള പ്ലേസിലാണ്, വൃത്തിയില്ലാത്ത സ്ഥലങ്ങളിലാണ് ജീവിക്കുന്നത്. ഡയറിയ ആൻഡ് വൊമിറ്റിംഗ് ആർ ദി കോമൺ ഡിസീസസ് ദാറ്റ് ഐ സ്പ്രെഡ്. ഡയറിയ, വയറിളക്കവും ഛർദിയുമാണ് ഞാൻ പരത്തുന്ന ഡിസീസിലെ രോഗം. വേർ ആർ യു ലിവിങ് റാറ്റ്. നീ എവിടെയാണ് ജീവിക്കുന്നത്? റാറ്റ് എന്താണ് പറയുന്നത്? ഓ വാട്ട് ക്യാൻ ഐ സേ. ഞാൻ എന്ത് പറയാനാ? പീപ്പിൾ പൈൽ ഗാർബേജ് അല്ലേ. പീപ്പിൾ എന്താണ്? മനുഷ്യന്മാരെന്താണ്? വേസ്റ്റ് കുന്നുകൂട്ടുന്നു അല്ലേ. ഐ ആം ലിവിങ് ദർ. ഞാൻ അവിടെയാണ് ജീവിക്കുന്നത്. ഐ ആം ദി റീസൺ ഫോർ റാറ്റ് ഫീവർ. ഞാൻ എന്താണ്? എലിപ്പനിക്ക് കാരണമാണ് അല്ലേ. അപ്പോൾ എലിപ്പനി പരത്തുന്നത് നമ്മുടെ എലിയാണ്, റാറ്റാണ്. ഫ്ലൈ അല്ലേ, ഫ്ലൈ നമ്മുടെ ഈച്ച എന്താണ് പരത്തുന്നത്? ഈച്ച പരത്തുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? ഡിസീസത്തെ ഏതൊക്കെയാണ്? ഡയറിയയും വോമിറ്റിങ്ങും. അപ്പോൾ അതൊക്കെയാണ്, ഏതൊക്കെ ഡിസീസാണ് പരത്തുന്നത് എന്നൊക്കെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഒരു ബോക്സിൽ എന്താണ്? അവർ ഹൗസ് ആൻഡ് സറൗണ്ടിങ്സ് ഷുഡ് ബി ക്ലീൻ ഇഫ് വി വാണ്ട് ടു ലീവ് ഹെൽത്തി അല്ലേ. നമ്മൾ ഹെൽത്തി ആയിട്ട് ആരോഗ്യത്തോടെ ജീവിക്കണമില്ല, ആരോഗ്യപരമായ ജീവിതം നമുക്ക് വേണമെങ്കിൽ എന്താണ്? നമ്മുടെ വീടും പരിസരവും സറൗണ്ടിങ്സും ഹൗസ് എന്തായിരിക്കണം? ക്ലീൻ ആയിരിക്കണം, വൃത്തിയുള്ളതായിരിക്കണം അല്ലേ. പരിസരവും വീടും നമ്മളൊക്കെ എന്താണ്? വൃത്തിയുള്ളവരായാലും നമുക്കൊരു ഹെൽത്തി ആയിട്ടുള്ള ആരോഗ്യപരമായ ജീവിതം ഉണ്ടാവുകയുള്ളൂ. മോസ്കിറ്റോസ്, ഫ്ലൈസ് ആൻഡ് റാറ്റ്സ് മൾട്ടിപ്ലൈ ഇൻ പ്ലേസസ് ദാറ്റ് ആർ നോട്ട് ക്ലീൻ.
അല്ലെ മോസ്കിറ്റോ കൊതുകും ഈച്ചയും എലിയുമൊക്കെ എന്താണ് പെറ്റ് പെരുകുന്നതല്ലേ, മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഈ വൃത്തിയില്ലാത്ത സ്ഥലങ്ങളിലാണ്. മെനി ഡിസീസസ് സ്പ്രെഡ് ഡ്യൂ ടു ദീസ് ക്രിയേച്ചേഴ്സ്. ഈ ജീവികൾ കാരണമാണ് അധികം കുറേ ഡിസീസസ് നമുക്ക് ഉണ്ടാകുന്നത്, സ്പ്രെഡ് ചെയ്യുന്നത്, പരക്കുന്നത്. വിത്ത് ദി എയിം ഓഫ് പ്രിവെൻറ്റിംഗ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, പകർച്ചവ്യാധികളെ തടയുന്നതിന് വേണ്ടിയിട്ട് ആ ലക്ഷ്യത്തോടു കൂടിയാണ് ഡ്രൈ ഡേ ആക്ടിവിറ്റീസ് വർ കണ്ടക്റ്റഡ് ഇൻ ആൾ ദി വാർഡ്സ് അണ്ടർ ദി ലീഡർഷിപ്പ് ഓഫ് ഗ്രാമപഞ്ചായത്ത്. ഡ്രൈ ഡേ ആക്ടിവിറ്റി നടത്തിയത് ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഡ്രൈ ഡേ ആക്ടിവിറ്റി നടത്തിയത് എന്തിനാണ്? പകർച്ചവ്യാധികളെ തടയാനുള്ള ലക്ഷ്യത്തോടു കൂടിയാണ്. ക്ലീനിങ് ആക്ടിവിറ്റീസ് വർ ക്യാരിഡ് ഔട്ട് വിത്ത് എ വ്യൂ ടു എലിമിനേറ്റിംഗ് ദി ഡിസീസ് ക്യാരിയിങ് മോസ്കിറ്റോസ് ആസ് ഡെങ്കി ഫീവർ വാസ് റിപ്പോർട്ടഡ് ഇൻ സം വാർഡ്സ് ഓഫ് ദി പഞ്ചായത്ത്. ഡെങ്കിപ്പനി എന്താണ് ചില വാർഡുകളിൽ, പഞ്ചായത്തിൻ്റെ ചില വാർഡുകളിൽ റിപ്പോർട്ട് ചെയ്തതിനാൽ കൊതുകുകളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ക്ലീനിങ് ആക്ടിവിറ്റി, ശുചീകരണം നടത്തിയത്. ഹാവ് യു റീഡ് ദി ന്യൂസ് പേപ്പർ റിപ്പോർട്ട്? ഈ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് നിങ്ങൾ വായിച്ചില്ലേ? വാട്ട് ആർ ഡ്രൈ ഡേ ആക്ടിവിറ്റീസ്? ഡ്രൈ ഡേ ആക്ടിവിറ്റീസ് എന്തെല്ലാമാണ്? റീഡ് ദി ഇൻഫർമേഷൻ പ്രൊവൈഡഡ്. താഴെ തന്നിട്ടുള്ള ഇൻഫർമേഷൻ വായിക്കൂ. ഡ്രൈ ഡേ. There are chances for abundant containers, coconut shells, tires, bottle caps and toys in our surroundings to store water. അബണ്ടൻറ്റ് കണ്ടെയ്നേഴ്സ് ഉണ്ടാവും, കോക്കനറ്റ് ചിരട്ടകളിലെ തേങ്ങൻ്റെ ചിരട്ടകൾ, ടയറുകൾ, ബോട്ടിലിൻ്റെ മൂടികൾ, ടോയ്സ് ഒക്കെ ഉണ്ടാവും. വാട്ടർ സ്റ്റോർ ചെയ്യാൻ പറ്റില്ലേ, സറൗണ്ടിങ്സിൽ വെള്ളം കെട്ടി നിൽക്കാൻ സാധ്യതയുണ്ട് ഇല്ലേ? ഇങ്ങനത്തെ കോക്കനട്ട് ഷെല്ല് ചിരട്ടയിലൊക്കെ വെള്ളം കെട്ടി നിൽക്കുന്നത് കണ്ടിട്ടില്ലേ? മോസ്കിറ്റോസ് മേ ലേ ദർ എഗ്സ് ഇൻ ദീസ്. മോസ്കിറ്റോസിലെ കൊതുകുകൾ മുട്ടയിടുന്നത് ഇതിലാണ്. ദേ വിൽ ഹാച്ച് ആൻഡ് റീച്ച് ഫുൾ ഗ്രോത്ത് ഇൻ 8 days. അവ എന്താണ്? 8 ദിവസത്തിൽ പൂർണ്ണ വളർച്ചയിലെത്തില്ലേ. മുട്ടയിട്ടിട്ട് 8 ദിവസമായാൽ പൂർണ്ണ വളർച്ചയിലെത്തും. Therefore, in every 7 days, the water collected in such objects should be drained. അതുകൊണ്ട് 7 ദിവസത്തിനുള്ളിൽ, എല്ലാ 7 ദിവസം കഴിയുമ്പോൾ എന്താണ്, ആ കെട്ടി നിൽക്കുന്ന വെള്ളം എല്ലാം എന്താണ്, ഒഴിവാക്കണം, ഡ്രെയിൻ ചെയ്യണം. ആൻഡ് ദി ഒബ്ജക്ട്സ് ദാറ്റ് ക്യാൻ കളക്ട് വാട്ടർ ഷുഡ് ബി റിമൂവ്ഡ്. അല്ലേ, വെള്ളം കളക്ട് ചെയ്ത ആ ഒബ്ജക്റ്റ് ഇല്ലേ, അത് റിമൂവ് ചെയ്യണം, ഒഴിവാക്കണം. ദിസ് ക്ലീനിങ് പ്രോസസ് ഈസ് കാൾഡ് ഡ്രൈ ഡേ. ഈ ക്ലീനിങ് പ്രോസസ്സിനെയാണ് ഡ്രൈ ഡേ എന്ന് പറയുന്നത്. അപ്പോൾ 8 ദിവസത്തിനുള്ളിലാണ് എന്താണ്, മുട്ട വിരിഞ്ഞ് പൂർണ്ണ വളർച്ചയിലെത്തുന്നത്, കൊതുകൊക്കെ മുട്ടയിട്ടിട്ട്. അപ്പോൾ നമ്മൾ ഓരോ ആഴ്ചയും അത് എന്താണ്, പൂർണ്ണ വളർച്ചയിലെത്തുന്നതിന് മുന്നേ 7 ദിവസത്തിൽ ആഴ്ചയിൽ ഒരിക്കലും എന്താണ് നമ്മൾ ഡ്രൈ ഡേ ആചരിക്കണം. അതായത് കെട്ടി നിൽക്കുന്ന വെള്ളങ്ങളൊക്കെ, ആ വസ്തുക്കളൊക്കെ ഒഴിവാക്കിയിട്ട് ക്ലീൻ ആക്കണം. ഡിസീസസ് ക്യാൻ സ്പ്രെഡ് ത്രൂ വാട്ടർ. അല്ലേ, രോഗങ്ങൾ എന്താണ്, വെള്ളത്തിലൂടെയും പകരാം. There is chance to catch diseases through the dirty water stored in our surroundings and the unclean water that we drink. നമ്മുടെ ചുറ്റുപാടിലും കെട്ടിക്കിടക്കുന്ന, സ്റ്റോർ ചെയ്തിട്ട് കിടക്കുന്ന വൃത്തിയില്ലാത്ത വെള്ളത്തിലൂടെയും അൺക്ലീൻ ആയിട്ടുള്ള, നമ്മൾ വൃത്തിയില്ലാത്ത ഡ്രിങ്ക് ചെയ്യുന്ന വെള്ളത്തിലൂടെയും നമുക്ക് എന്താണ്, ഒരുപാട് രോഗങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. ഡിസെൻട്രി, ജോണ്ടിസ്, കോളറ, ടൈഫോയിഡ് ആൻഡ് other diseases are spread through water. ഡിസെൻട്രി വയറിളക്കം, ജോണ്ടീസ് മഞ്ഞപ്പിത്തം, കോളറ, ടൈഫോയിഡ് ഒക്കെ എന്താണ്, ഈ രോഗങ്ങളൊക്കെ വെള്ളത്തിലൂടെ പകരുന്ന രോഗങ്ങളാണ്. വാട്ട് പ്രിക്കോഷൻസ് ക്യാൻ വി ടേക്ക് ടു പ്രിവെൻറ്റ് ദീസ് ഡിസീസസ്? ഈ രോഗങ്ങളൊക്കെ തടയാൻ നമ്മൾ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണം? യൂസ് ബോയിൽഡ് ആൻഡ് കൂൾഡ് വാട്ടർ ഫോർ ഡ്രിങ്കിങ്. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കാൻ വേണ്ടി ഉപയോഗിക്കുക. അവോയ്ഡ് സ്റ്റാൻഡിങ് വാട്ടർ. കെട്ടിക്കിടക്കുന്ന വെള്ളം ഒഴിവാക്കുക. കവർ വെൽസ് വിത്ത് നെറ്റ്സ്. കിണർ എന്താണ്, നെറ്റ് ഉപയോഗിച്ചിട്ട് കവർ ചെയ്യുക, മൂടുക. എന്നാൽ എന്താണ്, വേസ്റ്റ് ഒന്നും വന്ന് കിണറിൽ വീഴില്ലല്ലോ. ഹാവ് എ ഡ്രൈ ഡേ അറ്റ്ലീസ്റ്റ് വൺസ് എ വീക്ക്. അല്ലെ, ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഡ്രൈ ഡേ ആചരിക്കുക. അതായത് കെട്ടിക്കിടക്കുന്ന വെള്ളങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഒന്ന് വീടും പരിസരമൊക്കെ വൃത്തിയാക്കുക. ട്രീറ്റ്മെൻറ്റ് ത്രൂ ഡ്രിങ്കിങ് ഫ്ലൂയിഡ്സ്. ദി വാട്ടർ കണ്ടൻറ്റ് ഇൻ അവർ ബോഡി ഈസ് ലോസ്റ്റ് വെൻ വി ഗെറ്റ് ഡിസെൻട്രി. നമുക്ക് വയറിളക്കം പിടിച്ചാൽ എന്താണ്, നമ്മുടെ ബോഡിയിലുള്ള വെള്ളത്തിൻ്റെ അംശം എന്താണ്, കുറയും, അല്ലേ, ഇല്ലാതാവും. അല്ലേ, ദി വാട്ടർ കണ്ടൻറ്റ് ഷുഡ് ബി റീസ്റ്റോർഡ് ഇൻ ദി ബോഡി. ആ വെള്ളം നഷ്ടമായ ആ വെള്ളം എന്താണ്, നമ്മളെന്താണ് തിരിച്ചെടുക്കണം, റീസ്റ്റോർ ചെയ്താണ്. നമ്മുടെ ബോഡിക്ക് ആവശ്യമാണ്, അല്ലേ, വെള്ളം ആവശ്യമാണ്. അപ്പോൾ വയറിളക്കം ഉണ്ടായാൽ കുറേ വെള്ളം നഷ്ടപ്പെട്ടു പോകും. ആ വെള്ളം എന്താണ്, നമ്മൾ റീസ്റ്റോർ ചെയ്യണം. പേഷ്യൻസ് ക്യാൻ ബി ഗിവൺ ദി ഫോളോവിങ്. രോഗികൾക്ക്, വയറിളക്കമുള്ള രോഗികൾക്ക് ഈ താഴെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കാവുന്നതാണ്. എന്തൊക്കെ കൊടുക്കാമില്ല, വെള്ളം റീസ്റ്റോർ ചെയ്യാൻ എന്തൊക്കെ ആവശ്യമാണ്? സാൾട്ടഡ് റൈസ് വാട്ടർ, അല്ലേ, ഉപ്പിട്ട കഞ്ഞിവെള്ളം, റൈസ് വാട്ടർ. ലൈം ജ്യൂസ് വിത്ത് സാൾട്ട് ആൻഡ് ഷുഗർ ആഡഡ്. ലൈം ജ്യൂസ്, ഉപ്പും പഞ്ചസാരയും ഇട്ട ലൈം ജ്യൂസ് കൊടുക്കാം. സാൾട്ടഡ് ബട്ടർ മിൽക്ക്, അല്ലേ, ഉപ്പിട്ട സംഭാരം കൊടുക്കാം. കോക്കനട്ട് വാട്ടർ, തേങ്ങാവെള്ളം കൊടുക്കാം. ദി ORS obtained from the public health center should be mixed in boiled and cooled water and given frequently. വയറിളക്കം ഉണ്ടായാൽ, അല്ലേ, ഡിസെൻട്രി ഉണ്ടായാൽ ഈ ഹെൽത്ത് സെൻറ്ററിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു ORSൻ്റെ പാക്ക് ഉണ്ട്. അതെന്താണ്, തിളപ്പിച്ചാറിയ വെള്ളത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കണം. എന്നാലും നമ്മുടെ ബോഡിയിൽ നിന്ന് നഷ്ടമാവുന്ന വെള്ളം നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയുകയുള്ളൂ. മൈ സ്കൂൾ ക്ലീൻ സ്കൂൾ. എൻ്റെ വിദ്യാലയം വൃത്തിയുള്ള വിദ്യാലയം.
വാട്ട് ഈസ് സ്പെഷ്യൽ അബൌട്ട് ദിസ് സ്കൂൾ? ഈ സ്കൂളിൻ്റെ പ്രത്യേകത എന്താണല്ലേ? വളരെ ക്ലീൻ ആയിട്ടുണ്ടല്ലേ കാണാൻ. എല്ലാവരും നല്ല പൂന്തോട്ടമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ചെടികളൊക്കെ നല്ലോണം നനച്ച് വൃത്തിയാക്കി നല്ലതുപോലെ അല്ലേ കിളികൾക്കൊക്കെ വെള്ളം വെച്ച് കൊടുത്തിട്ട്. പരിസരം തന്നെ കണ്ട നല്ല ക്ലീൻ ആയിട്ട്, പ്ലാസ്റ്റിക്സ് ഒന്നും അവിടെ ഇവിടെ ഒന്നും ഇല്ല. നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു സ്കൂളാണല്ലേ. ഈസ് അവർ സ്കൂൾ ക്ലീൻ ആൻഡ് നീറ്റ്? നമ്മുടെ സ്കൂൾ എന്താണ്, ക്ലീനും നീറ്റുമാണോ, നല്ല വൃത്തിയുള്ളതാണോ? ലെറ്റസ് ആക്സസ് നമുക്ക് നോക്കാം. അപ്പം നിങ്ങളുടെ സ്കൂൾ ക്ലീനും നീറ്റും ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു ആക്ടിവിറ്റിയാണ്. സ്കൂൾ സറൗണ്ടിങ്സ്, സ്കൂളിൻ്റെ ചുറ്റുപാട്. വേസ്റ്റ് ഈസ് നോട്ട് പൈൽഡ് അപ്പ് അല്ലേ. വേസ്റ്റ് എന്താണ്, മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുന്നില്ലെങ്കിൽ ഒരു ടിക്ക് ചെയ്യുക. ഈ മാലിന്യങ്ങൾ ഉണ്ടെങ്കിൽ ക്ലോസ് അല്ലേ, ശരിയും തെറ്റിടാനാണ് ടിക്കോ അല്ലെങ്കിൽ ക്ലോസ് ഇടുക. വേസ്റ്റ് വാട്ടർ ഈസ് നോട്ട് അക്യുമുലേറ്റഡ്. വേസ്റ്റ് വാട്ടർ അല്ലേ, വെള്ളം, മലിനമായ വെള്ളം കെട്ടിക്കിടക്കുന്നില്ല, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ടിക്ക് ചെയ്യാം, ഉണ്ടെങ്കിൽ ക്ലോസ് ചെയ്യുക. നോ പ്ലാസ്റ്റിക് വേസ്റ്റ്, പ്ലാസ്റ്റിക്കിൻ്റെ വേസ്റ്റ് ഒന്നുമില്ല. പ്ലാസ്റ്റിക് വേസ്റ്റ് ഉണ്ടോ, ഇല്ലെങ്കിൽ ശരിയിടാം. ഇനി പ്ലാസ്റ്റിക് വേസ്റ്റ് ഉണ്ട്, അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റിടാം. ബിൻസ് ഫോർ സോർട്ടിങ് ആൻഡ് ഡെപ്പോസിങ് വേസ്റ്റ് അല്ലേ, എന്താണ് മാലിന്യങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യാൻ, വേർതിരിക്കാനൊക്കെ ബിൻസ് ഉണ്ട് അല്ലേ, വേസ്റ്റ് കൊട്ടയുണ്ട്. ബിൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ശരിയിടാം അല്ലേ. ബിൻസൊക്കെ ഉണ്ടെങ്കിൽ എന്താണ്, നിങ്ങളുടെ സ്കൂൾ ടിക്കാണെങ്കിൽ, എല്ലാം ടിക്കാണെങ്കിൽ നിങ്ങളുടെ സ്കൂൾ എന്താണ്, വൃത്തിയുള്ള വിദ്യാലയമാണെന്നാണ് അർത്ഥം. നെക്സ്റ്റ് ക്ലാസ് റൂം. നിങ്ങളുടെ ക്ലാസ് റൂം എങ്ങനെയാണ്, ക്ലാസ് റൂം വൃത്തിയുള്ളതാണോ? ദർ ആർ നോ കോബ്വെബ്സ് ഓർ വേസ്റ്റ് അല്ലേ, മാറാലയും വേസ്റ്റ് ഒന്നും ഇല്ല ക്ലാസ് റൂമിൽ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ശരിയിടാം. ഇനി മാറാലൊക്കെ ഉണ്ടെങ്കിൽ തെറ്റിടാം അല്ലെ, അവിടെ ഇവിടെ ആയിട്ട് മാറാമ്പിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ക്ലോസ് ചെയ്യാം. ലേണിംഗ് ടൂൾസ് ലൈക്ക് ചാർട്ട്സ് ആൻഡ് ഒതർ ആർ നോട്ട് ഡസ്റ്റി അല്ലേ. നിങ്ങൾ പഠിക്കുന്ന ഉപകരണങ്ങൾ ചാർട്ടൊക്കെ അല്ലേ, ചാർട്ടൊക്കെ എന്താണ് പൊടി പിടിച്ച് കിടക്കുന്നില്ല അല്ലേ, കിടക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ശരിയിടാം. ഇനി അത് ചാർട്ടൊക്കെ പൊടി പിടിച്ചിട്ടാണെങ്കിൽ ഒരു തെറ്റിടാം. ദർ ആർ ബിൻസ് ഫോർ സോർട്ടിങ് ആൻഡ് ഡെപ്പോസിറ്റിംഗ് വേസ്റ്റ് അല്ലേ, വേസ്റ്റ് ഇടാൻ എന്താണ് ഒരു ബിന്നുണ്ട് അല്ലേ, ഒരു കൊട്ടയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശരിയിടാം. കിച്ചൺ. ഇനി കിച്ചൺ, സ്കൂളത്തെ കിച്ചൺ എങ്ങനെയാണ്, അടുക്കള എങ്ങനെയാണ്, ഇത് യൂട്ടൻസിൽസ് ആർ ക്ലീൻ അല്ലേ, അടുക്കള ഉപകരണങ്ങളൊക്കെ എന്താണ് വൃത്തിയുള്ളതാണെങ്കിൽ ശരിയിടാം. വേസ്റ്റ് വാട്ടർ ഈസ് നോട്ട് അക്യുമുലേറ്റഡ് അല്ലേ, വെള്ളം എന്താണ് കെട്ടി നിൽക്കുന്നില്ല, ഇല്ലെങ്കിൽ ശരിയിടാം. ഫുഡ് വേസ്റ്റ് ഈസ് നോട്ട് സ്കാറ്റേർഡ് അറൗണ്ട് അല്ലേ, ഭക്ഷണ സാധനങ്ങളൊക്കെ എന്താണ് അവിടെയും ഇവിടെ ആയിട്ട് ചിന്നി ചെതറി കിടക്കുന്നില്ല, സ്കാറ്റർ ചെയ്ത് കിടക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ശരിയിടാം. ഇതൊക്കെ ശരിയാണെങ്കിൽ നിങ്ങളുടെ കിച്ചൺ എന്താണ്, ക്ലീൻ ആയിട്ടുള്ള കിച്ചണാണ്. സ്കൂൾ യൂറിനൽ ആൻഡ് ടോയ്ലറ്റ്. സ്കൂളിൻ്റെ ടോയ്ലറ്റ് എങ്ങനെയാണ്, നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് ശരിയിടാം. ദർ ഈസ് സഫിഷ്യൻറ്റ് വാട്ടർ അല്ലേ, വെള്ളം ആവശ്യത്തിനുണ്ടെങ്കിൽ ശരിയിടാം, ഇല്ലെങ്കിലോ ടിക്കിടാം. ഇതിൽ എത്രത്തോളം ശരിയുണ്ടോ അത്രത്തോളം നിങ്ങളുടെ സ്കൂൾ ക്ലീനും വൃത്തിയും ഉള്ളതും നീറ്റായിട്ടുള്ളതുമാണ്. വാട്ട് other aspects can be added in the table for observing other places in the school like the playground, places for hand washing and garden? വേറെ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ഈ ടേബിളിൽ ആഡ് ചെയ്യാം? സ്കൂളിൻ്റെ മറ്റ് ഭാഗങ്ങളായ പ്ലേ ഗ്രൗണ്ട് ഉണ്ടല്ലേ, അതുപോലെ പ്ലേസ് ഫോർ കൈ കഴുകുന്ന ഹാൻഡ് വാഷിംഗ്, ഗാർഡൻ, ആ സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെ ഏതൊക്കെ കാര്യങ്ങൾ നമുക്ക് ഈ ടേബിളിലുള്ളതുപോലെ എഴുതാം. കംപ്ലീറ്റ് ദി ടേബിൾ ആൻഡ് പ്രസൻറ്റ് യുവർ ഫൈൻഡിങ്സ്. ടേബിൾ കംപ്ലീറ്റ് ചെയ്തിട്ട് ഏതാനാണ് പറഞ്ഞത്. വിച്ച് പ്ലേസസ് ഇൻ അവർ സ്കൂൾ ഹാവ് ദി വേസ്റ്റ് ഡെപ്പോസിറ്റഡ് മോസ്റ്റ്? ഏത് സ്കൂളിൻ്റെ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ വേസ്റ്റ് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ളത്? പ്രിപ്പയർ എ സ്കെച്ച് ഓഫ് ദി സ്കൂൾ. മാർക്ക് ദി പ്ലേസസ് വിത്ത് മോർ വേസ്റ്റ് ഇൻ റെഡ്, ലെസ് വേസ്റ്റ് ഇൻ യെല്ലോ ആൻഡ് ക്ലീൻ പ്ലേസസ് ഇൻ ഗ്രീൻ. നിങ്ങളുടെ സ്കൂളിൻ്റെ ഒരു സ്കെച്ച് തയ്യാറാക്കാനാണ് പറഞ്ഞത്. അതിലെങ്ങനെയൊക്കെയാണ് മാർക്ക് ചെയ്യേണ്ടത്? പ്ലേസസ് അല്ലേ, കൂടുതൽ വേസ്റ്റ് ഉള്ള സ്ഥലത്ത് റെഡ് കളറിൽ മാർക്ക് ചെയ്യാൻ, ഇനി കുറച്ച് വേസ്റ്റ്, ലെസ് വേസ്റ്റ് ഉള്ളിടത്ത് യെല്ലോ കളറിലും, ക്ലീൻ പ്ലേസസ് ഗ്രീൻ കളറിലും മാർക്ക് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങളുടെ സ്കൂളിൻ്റെ ഓരോരുത്തരുടെ സ്കൂളും വ്യത്യസ്തമായിരിക്കും. വാട്ട് എൽസ് ക്യാൻ ബി ഡൺ ടു മേക്ക് ഇറ്റ് ക്ലീനർ അല്ലേ, അത് ക്ലീൻ ആക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും? ലെറ്റസ് പാർട്ടിസിപ്പേറ്റ് ഇൻ ദി ക്ലീനിങ് ആക്ടിവിറ്റീസ്. നമുക്ക് എന്താണ് ക്ലീനിങ് ആക്ടിവിറ്റീസിൽ പങ്കെടുത്ത് നോക്കാം. നമുക്ക് ഇതിൻ്റെ ഒരു ടേബിൾ ഉണ്ടാക്കി നോക്കാം. അതായത് പ്ലേ ഗ്രൗണ്ട്, ഗാർഡനിലൊക്കെ എങ്ങനെയാണ് വൃത്തിയുള്ളതാണോ എന്നുള്ള ചെക്ക് ചെയ്യാൻ ഇതുപോലെ ഒരു ടേബിൾ തയ്യാറാക്കി നോക്കാം. മറ്റുള്ള പ്ലേസ് ഒബ്സർവ് ചെയ്യാൻ, നിരീക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. സ്കൂളിലുള്ള പ്ലേ ഗ്രൗണ്ടും ഗാർഡനും ഒക്കെ ഏരിയ എങ്ങനെയാണ്, ക്ലീൻ ആണോ എന്ന് അല്ലേ. ഗ്രൗണ്ട് ക്ലീൻ ആണെങ്കിൽ പ്ലാസ്റ്റിക് വേസ്റ്റ് ഡസ് നോട്ട് ലൈ ഓൺ ദി ഗ്രൗണ്ട്. പ്ലാസ്റ്റിക് വേസ്റ്റ് ഒന്നും ഗ്രൗണ്ടിൽ ഉണ്ടാവില്ല, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ടിക്ക് ചെയ്യാം. ദെൻ സ്പോർട്ട് എക്യുപ്മെൻറ്റ് ഈസ് ക്ലീൻ അല്ലേ, സ്പോർട്സിൻ്റെ എക്യുപ്മെൻറ്റ്സ് എല്ലാം വൃത്തിയുള്ളതാണ്, ക്ലീൻ ഉള്ളതാണെങ്കിൽ അതും ടിക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഗ്രൗണ്ട് ക്ലീൻ ആണ് അല്ലേ. ദെൻ ഗാർഡന്, ഗാർബേജ് ഡസ് നോട്ട് അക്യുമുലേറ്റ് അല്ലേ, ഗാർബേജ് വേസ്റ്റും കാര്യങ്ങളൊന്നും കുന്നുകൂടി കിടക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ടിക്ക് ചെയ്യാം. ലീവ്സ് ആൻഡ് other തിങ്സ് ആർ സ്വെപ്റ്റ്, ഇലകളും മറ്റുള്ള സാധനങ്ങളൊക്കെ എന്താണ് അടിച്ചു വാരിയിട്ട് വൃത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് അതും ടിക്ക് ചെയ്യാം. ഇങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഗ്രൗണ്ടും ഗാർഡനും ഒക്കെ എന്താണ് ക്ലീൻ ആണ്, വൃത്തിയുള്ള ഗാർഡനാണ്. വാട്ട് എൽസ് ക്യാൻ ബി ഡൺ ടു മേക്ക് ഇറ്റ് ക്ലീനർ അല്ലേ. ഇനി എന്തൊക്കെ നമുക്ക് ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ ക്ലീൻ ആയിട്ട് വൃത്തിയുള്ളതാവാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ക്ലീനിങ് ആക്ടിവിറ്റീസ് ചെയ്യാം? നമുക്ക്
ക്ലീൻ ദി ക്ലാസ് റൂം എവറി ഡേ. എല്ലാ ദിവസവും എന്താണ് ക്ലാസ് റൂം ക്ലീൻ ആക്കുക, വൃത്തിയാക്കുക. ക്ലീൻ ദി ടോയ്ലറ്റ് ആൻഡ് ബാത്റൂം എവറി ഡേ. ടോയ്ലറ്റും ബാത്റൂമും ഒക്കെ എല്ലാ ദിവസവും ക്ലീൻ ആക്കുക. ക്ലീൻ ഹാൻഡ് വാഷിംഗ് ഏരിയാസ് ഡെയിലി. കൈ കഴുകുന്ന സ്ഥലം വൃത്തിയാക്കുക. മേക്ക് ഷുവർ ദി സ്കൂൾ വെൽ ഹാസ് എ നെറ്റ്. സ്കൂളിൻ്റെ കിണറിന് എന്താണ് ഒരു നെറ്റ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. കീപ് ദി കിച്ചൺ ക്ലീൻ. കിച്ചൺ എന്താണ് അടുക്കള ക്ലീൻ ആക്കി വെക്കുക. ക്ലീൻ അപ്പ് പ്ലാസ്റ്റിക് കവേഴ്സ് ആൻഡ് പേപ്പേഴ്സ് ഫ്രം ഗ്രൗണ്ട്സ് ആൻഡ് ഗാർഡൻസ്. ഗാർഡനിലും ഗ്രൗണ്ടിലും ഒക്കെ ഉള്ള പ്ലാസ്റ്റിക്കിൻ്റെ കവറും പേപ്പറുകളൊക്കെ ക്ലീൻ ആക്കി വെക്കുക. ലെറ്റ് us sort waste. You have seen bins for sorting and depositing waste in the school. Have not you? അല്ലേ, എന്താണ് സ്കൂളിൽ എന്താണ് വേസ്റ്റ് ഡെപ്പോസിറ്റ് ചെയ്യാൻ ഇടാനൊക്കെ എന്താണ് ഒരു ബിൻസ് ഉണ്ടല്ലേ, ഒരു പാത്രം ഉണ്ട്, നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇതാ ഇങ്ങനെ ഓരോ വേസ്റ്റ് ഇടാൻ ഓരോ പാത്രങ്ങളുണ്ട് അല്ലേ. ഇനോർഗാനിക് വേസ്റ്റ് ഇടാൻ, ഓർഗാനിക് വേസ്റ്റ്, ഹസാർഡസ് വേസ്റ്റ്, ഓരോന്നിനും ഓരോ ബിൻസ് ഉണ്ട്. വൈ ക്യാൻ ബി കളക്ട് ആൾ ദി വേസ്റ്റ് ഇൻ എ സിംഗിൾ ബിൻ. അല്ലെ, എന്തുകൊണ്ടാണ് എല്ലാ വേസ്റ്റും ഒരു ബിന്നിൽ ഇടാൻ കഴിയാത്തത്? എന്തുകൊണ്ടാണ് അങ്ങനെ ഇടാത്തത്? ഈ എല്ലാ വേസ്റ്റും ഒന്നിലിട്ടൂടെ? വൈ കാൻ വി ഡെപ്പോസിറ്റ് ആൾ ദി വേസ്റ്റ് ടുഗദർ. അല്ലെ, എല്ലാ വേസ്റ്റും എന്തുകൊണ്ടാണ് ഒരുമിച്ചിടാൻ പറ്റാത്തത്? അല്ലെ, ഓരോന്നിനും എന്തിനാണ് സെപ്പറേറ്റ് ബിൻ എന്തിനാണ്? ദി മെത്തേഡ് ഓഫ് കമ്പോസ്റ്റിംഗ് ഓഫ് ഓർഗാനിക് വേസ്റ്റ്, ഇനോർഗാനിക് വേസ്റ്റ് ആൻഡ് ഹസാർഡസ് വേസ്റ്റ് ആർ ഡിഫറെൻറ്റ്. അല്ലേ, ഓർഗാനിക് വേസ്റ്റും ഇനോർഗാനിക്കും ഹസാർഡസ് വേസ്റ്റും ഒക്കെ കമ്പോസ്റ്റ് ചെയ്യുന്നതിൻ്റെ വ്യത്യസ്ത രീതിയിലാണ്. അതായത് അത് വിഘടിപ്പിക്കുന്നത്, അല്ലേ, ജൈവവും അജൈവവും ഒക്കെ ഓരോ സാധനങ്ങളാണ്. അതൊക്കെ ഡീകമ്പോസ് ചെയ്യുന്നത്, അതായത് അതിനെ വിഘടിപ്പിക്കുന്നത് വ്യത്യസ്ത രീതികളിലാണ്. ദി റീയൂസ് ഓഫ് ദീസ് ത്രീ ഈസ് ആൾസോ ഡിഫറെൻറ്റ്. അതിൻ്റെ റീയൂസും ഡിഫറെൻ്റ് ആണ്. അല്ലേ, ഓർഗാനിക് വേസ്റ്റ് എന്താണ് വളമായിട്ടാണ് ഉപയോഗിക്കുന്നത്, ഇനോർഗാനിക് വേസ്റ്റ് വേറെ എന്തോ സാധനം ഉണ്ടാക്കാൻ, അങ്ങനെ ഓരോന്നിനും ഓരോ യൂസാണ്. അതായത് അത് റീയൂസ് ചെയ്യുന്നതും പിന്നെ റീയൂസ് ചെയ്യുന്നതും വ്യത്യസ്തമാണ്. ദാറ്റ് ഈസ് വൈ ദേ കെപ്റ്റ് ഇൻ ഡിഫറെൻറ്റ് ബിൻസ്. അതുകൊണ്ടാണ് ഓരോന്നും വ്യത്യസ്ത ബിൻസിൽ ഇടുന്നത്. ദർ ഈസ് വേസ്റ്റ് ദാറ്റ് ഡീകമ്പോസസ് ഇൻ സോയിൽ ആൻഡ് വേസ്റ്റ് ദാറ്റ് ഡസ് നോട്ട്. അല്ലേ, എന്തൊക്കെ തരം വേസ്റ്റുകളുണ്ട്? മണ്ണിൽ ഡീകമ്പോസ് ചെയ്യുന്നത്, വിഘടിക്കുന്നത്, ലയിക്കുന്ന വേസ്റ്റുകളുണ്ട്. മണ്ണിൽ ലയിക്കാത്തതുണ്ട്, ഡീകമ്പോസ് ചെയ്യാത്തത്, അലിഞ്ഞ് ചേരാത്ത വേസ്റ്റും അലിയുന്ന വേസ്റ്റും ഉണ്ട്. വേസ്റ്റ് ദാറ്റ് ഡീകമ്പോസസ് ലൈക്ക് ഫുഡ് വേസ്റ്റ്, വെജിറ്റബിൾസ് എക്സെട്ര ആൾ കാർഡ് ഓർഗാനിക് വേസ്റ്റ്. അങ്ങനെ ഡീകമ്പോസ് ചെയ്യുന്ന, മണ്ണിൽ ലയിക്കുന്ന, വിഘടിക്കുന്ന ഫുഡിൻ്റെ വേസ്റ്റ്, വെജിറ്റബിൾസിൻ്റെ വേസ്റ്റ്, അങ്ങനത്തെ ഒക്കെ വേസ്റ്റിനെയാണ് നമ്മൾ ഓർഗാനിക് വേസ്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഫുഡ് വേസ്റ്റ് ഒക്കെ എന്താണ് മണ്ണിൽ അലിഞ്ഞു പോകും, അല്ലേ, ലയിച്ച് ചേരും, അല്ലേ. അങ്ങനത്തെ ഫുഡിൻ്റെ വേസ്റ്റിനെയാണ് നമ്മൾ ഓർഗാനിക് വേസ്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് വേസ്റ്റ് ദാറ്റ് ഡസ് നോട്ട് ഡീകമ്പോസ് ലൈക്ക് പ്ലാസ്റ്റിക് ഒബ്ജക്ട്സ് ആർ കാൾഡ് ഇനോർഗാനിക് വേസ്റ്റ്. നമ്മുടെ പ്ലാസ്റ്റിക് ഒബ്ജക്റ്റിൻ്റെ പോലെ മണ്ണിൽ ലയിക്കാത്ത, വിഘടിക്കാത്ത, ഡീകമ്പോസ് ചെയ്യാത്ത വേസ്റ്റിനെയാണ് നമ്മൾ ഇനോർഗാനിക് വേസ്റ്റ് എന്ന് പറയുന്നത്. പ്ലാസ്റ്റിക് എന്താണ് കുറേ വർഷങ്ങളോളം അവിടെ മണ്ണിൽ അങ്ങനെ വിഘടിക്കാതെ കിടക്കില്ല, ഡീകമ്പോസ് ചെയ്യാതെ അവിടെ തന്നെ ഉണ്ടാവും, ഇല്ലേ. അങ്ങനത്തെ വേസ്റ്റിനെയാണ് നമ്മൾ ഇനോർഗാനിക് വേസ്റ്റ് എന്ന് പറയുന്നത്. ഇലക്ട്രോണിക് വേസ്റ്റ്, ബൾബ്സ്, എക്സ്പയർഡ് മെഡിസിൻസ് എക്സെട്ര ആർ ഹസാർഡസ് വേസ്റ്റ്. അല്ലേ, ഹസാർഡസ് ആയിട്ടുള്ള, നമുക്ക് ദോഷകരമായിട്ടുള്ള വേസ്റ്റുകളാണ് എന്ത്? ഇലക്ട്രോണിക് വേസ്റ്റ്, അല്ലേ. ബൾബ്, എക്സ്പയർഡ് മെഡിസിൻ, അല്ലേ, മെഡിസിൻസ്, നമ്മളെ ഡേറ്റ് എക്സ്പയർ ആയിട്ടുള്ള മെഡിസിൻ, മരുന്നുകൾ, അതൊക്കെ എന്താണ്? ഹസാർഡസ് വേസ്റ്റുകളാണ്. അപ്പോൾ ഓർഗാനിക് വേസ്റ്റുകൾ, അതായത് ഫുഡ് നമ്മൾ മണ്ണിൽ വിഘടിക്കുന്ന, ഡീകമ്പോസ് ചെയ്യുന്ന വേസ്റ്റുകളാണ് ഓർഗാനിക് വേസ്റ്റ്. നമ്മുടെ പ്ലാസ്റ്റിക് പോലത്തെ മണ്ണിൽ ലയിക്കാതെ ഡീകമ്പോസ് ചെയ്യാത്ത വേസ്റ്റാണ് ഇനോർഗാനിക് വേസ്റ്റ്. ഇലക്ട്രോണിക് വേസ്റ്റുകൾ, മെഡിസിൻസ്, ബൾബ്സ്, അതൊക്കെയാണ് എന്ത്? ഹസാർഡസ് ആയിട്ടുള്ള വേസ്റ്റ്. കൺവേർട്ടിംഗ് ഫുഡ് വേസ്റ്റ് ഇൻ ടു മാനുവർ. അല്ലേ, ഫുഡിൻ്റെ വേസ്റ്റിനെ വളമാക്കി മാറ്റുന്നത്, അല്ലേ. ഫുഡിൻ്റെ വേസ്റ്റ് എങ്ങനെയാണ് മാനുവറാക്കി മാറ്റാം, അല്ലേ, മണ്ണിൽ ലയിച്ച് പോകുന്നതാണ്. അപ്പോൾ നമുക്കത് വളമാക്കി മാറ്റാം. വാട്ട് ക്യാൻ വി ഡു വിത്ത് ദി ഫുഡ് വേസ്റ്റ് ഇൻ അവർ ഹോം ആൻഡ് സ്കൂൾ. നമ്മുടെ സ്കൂളിൽ വീട്ടിലുള്ള ഫുഡിൻ്റെ വേസ്റ്റ് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും? അല്ലേ, കമ്പോസ്റ്റ് പിറ്റ്, കമ്പോസ്റ്റ് കുഴി ഉണ്ടാക്കാം. ഡെപ്പോസിറ്റ് ഓർഗാനിക് വേസ്റ്റ് സച്ച് ആസ് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഫിഷ് ആൻഡ് ഫുഡ് സ്ക്രാപ്സ് ഇൻ എ പിറ്റ് ആൻഡ് കവർ ഇറ്റ് വിത്ത് സോയിൽ. നമ്മുടെ ഓർഗാനിക് വേസ്റ്റുകളായ ഫ്രൂട്ട്സിൻ്റെയും വെജിറ്റബിൾസ്, ഫിഷ്, മീനിൻ്റെയും ഫുഡിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ, അല്ലേ, ഫുഡ് സ്ക്രാപ്സൊക്കെ ഒരു കുഴിയിൽ, ഒരു പിറ്റിൽ നിറച്ചിട്ട് എന്താണ് അത് മണ്ണ് കൊണ്ട് കവർ ചെയ്യുക, മണ്ണ് കൊണ്ട് മൂടുക. ഇറ്റ് വിൽ ബി കംപ്ലീറ്റ്ലി കൺവേർട്ടഡ് ഇൻ ടു മാനുവർ ഇൻ 3 to 4 months ടൈം. ഇത് 3-4 മാസങ്ങൾക്ക് ശേഷം എന്താണ് കംപ്ലീറ്റ് ആയിട്ട് ഒരു വളമായിട്ട് മാറും. നമ്മുടെ ഫുഡിൻ്റെ വേസ്റ്റ് മണ്ണിൽ കുഴിച്ചിട്ടാൽ എന്താണ് അത് വളമായിട്ട്, മാനുവറായിട്ട് കൺവേർട്ട് ചെയ്യും. വാട്ട് ആർ ദി മെത്തേഡ്സ് യൂസ്ഡ് ടു മാനേജ് കിച്ചൺ വേസ്റ്റ് ഇൻ യുവർ ഹോം ആൻഡ് സ്കൂൾ? റൈറ്റ് ദം ഡൗൺ. നിങ്ങളുടെ സ്കൂളിലെ കിച്ചണിലുള്ള വേസ്റ്റ് മാനേജ് ചെയ്യാനുള്ള മെത്തേഡ്സ് എന്തൊക്കെയാണ്, അതേതാണ് പറഞ്ഞത്? കമ്പോസ്റ്റിംഗ്, റീയൂസിങ്, റീസൈക്ലിംഗ്. അല്ലേ, കമ്പോസ്റ്റിംഗ്, റീയൂസിങ്, റീസൈക്ലിംഗ്. ഇതുപോലെ കമ്പോസ്റ്റ് ആക്കാം ആ വളങ്ങളിലെ. സ്കൂളിലുള്ള കിച്ചണിലുള്ള വേസ്റ്റ് എന്താണ്, നമുക്ക് ഇതുപോലെ കമ്പോസ്റ്റ് ഉപയോഗിക്കാം. അതേപോലെ റീസൈക്കിൾ ചെയ്യാം. ഡു നോട്ട് ത്രോ എവേ പ്ലാസ്റ്റിക്, ഡു നോട്ട് ബേൺ ഇറ്റ്. അല്ലേ, പ്ലാസ്റ്റിക് എന്താണ് വലിച്ചെറിയരുത്, അത് കത്തിക്കുകയും ചെയ്യരുത്.
പ്ലാസ്റ്റിക് നമ്മൾ മണ്ണിലേക്ക് വലിച്ചെറിഞ്ഞാൽ എന്താണ് ഡീകമ്പോസ് ചെയ്യാതെ അവിടെ തന്നെ കുറേ വർഷക്കാലം നിൽക്കുമല്ലേ. അതുകൊണ്ട് നമ്മൾ വലിച്ചെറിയുകയും ചെയ്ത് അത് കത്തിച്ചാൽ എന്താണ് നമ്മുടെ പ്രകൃതിയിലൊക്കെ എന്താണ് ദോഷകരമാണല്ലേ. എന്താണ് ഒരു കുട്ടി, 2 കുട്ടികളുടെ ഒരു കാർട്ടൂൺ ഇമേജ് തന്നിട്ടുണ്ട്. എന്താണ് അവർ പറയുന്നത്? ഹേ കമോൺ, ഡോണ്ട് യു റിമെമ്പർ വാട്ട് വി ലേൺഡ്, വി കാൻ ത്രോ പ്ലാസ്റ്റിക് ലൈക്ക് ദാറ്റ്. നമ്മൾ പഠിച്ചത് എന്താണ് ഓർക്കുന്നില്ലേ എന്നാണ് ചോദിച്ചത്. നമുക്കെന്താണ് പ്ലാസ്റ്റിക് അങ്ങനെ വലിച്ചെറിയാൻ പാടില്ല എന്ന് പറയുകയാണല്ലേ. ഈ കുട്ടി എന്താണ് പ്ലാസ്റ്റിക് ബോട്ടിൽ വലിച്ചെറിയാൻ പോകുമ്പോൾ ഈ കുട്ടി എന്താണ് പ്ലാസ്റ്റിക് അങ്ങനെ എറിയാൻ പാടില്ലെന്ന് നമ്മൾ പഠിച്ചത് ഓർമ്മയില്ലേ എന്ന് ചോദിക്കുകയാണ് അല്ലേ. പ്ലാസ്റ്റിക് അതുപോലെ എറിയാൻ പാടുണ്ടോ? ഇല്ല അല്ലേ. വൈ ഡു വി സേ ദാറ്റ് വി കാൻ ത്രോ എവേ പ്ലാസ്റ്റിക് ഒബ്ജക്ട്സ് അല്ലേ. പ്ലാസ്റ്റിക് വസ്തുക്കൾ എന്തുകൊണ്ടാണ് അങ്ങനെ എറിയാൻ പാടില്ലെന്ന് പറഞ്ഞത്? ഇറ്റ് വിൽ ടേക്ക് ഇയേഴ്സ് ടു ഡീകമ്പോസ് അല്ലെ. അത് ഡീകമ്പോസ് ചെയ്യാൻ എന്താണ് കുറേ വർഷങ്ങളെടുക്കും, ഇയേഴ്സ് എടുക്കും അല്ലേ. അത് മണ്ണിൽ ലയിക്കാതെ അവിടെ തന്നെ കിടക്കില്ലേ കുറേ വർഷങ്ങളോളം. നോട്ട് ഗുഡ് ഫോർ നാച്ചർ, നമ്മുടെ നാച്ചറിന് പ്രകൃതിക്ക് എന്താണ് നല്ലതല്ല. നോട്ട് ഗുഡ് ഫോർ ആൾ ലിവിങ് തിങ്സ്, എല്ലാ ജീവജാലങ്ങൾക്കും എന്താണ് അത് നല്ലതല്ല അല്ലേ. നമ്മുടെ പ്രകൃതി ഭംഗി തന്നെ നശിക്കും. പ്ലാസ്റ്റിക് വേസ്റ്റ് നമ്മൾ വലിച്ചെറിഞ്ഞാൽ അത് അവിടെ തന്നെ കുറേ വർഷങ്ങളോളം വിഘടിക്കാതെ അവിടെ തന്നെ അങ്ങനെ നിൽക്കും. വാട്ട് ഡു യു ഫൈൻഡ് ഇൻ ദി പിക്ചർ, നിങ്ങൾ എന്താണ് ഈ പിക്ചറിൽ കാണുന്നത് അല്ലേ. പ്ലാസ്റ്റിക്കിൻ്റെ വേസ്റ്റ് എല്ലാം കത്തിക്കുന്നതാണല്ലേ. കത്തിച്ചിട്ട് ഒരു കുട്ടി മൂക്ക് കുത്തിപ്പിടിച്ചിട്ട് നടക്കുന്നതാണ് അല്ലേ. വാട്ട് ആർ ദി പ്രോബ്ലംസ് ക്രിയേറ്റഡ് ബൈ ബേണിംഗ് പ്ലാസ്റ്റിക്, ഇതേപോലെ പ്ലാസ്റ്റിക് കത്തിച്ചാൽ ബേൺ ചെയ്താൽ എന്തൊക്കെ പ്രോബ്ലംസ് ആണ് ഉണ്ടാവുക? പ്ലാസ്റ്റിക് കത്തിച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് ഹാംഫുൾ ഫോർ നാച്ചർ, നമ്മളെ നാച്ചറിന് പ്രകൃതിക്ക് എന്താണ് അത് ദോഷകരമാണ്. ഇറ്റ് കോസ് സെവറൽ ലങ് ഡിസീസസ്, അതെന്താണ് കുറേ ലങ് ഡിസീസസ്, ലങ്സിനുള്ള കുറേ രോഗങ്ങൾ, ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. ഇറ്റ് കോസ് വാട്ടർ പൊല്യൂഷൻ, അതെന്താണ് വെള്ള മലിനീകരണം അല്ലേ. വാട്ടർ പൊല്യൂട്ട് ചെയ്യും അല്ലേ. പ്ലാസ്റ്റിക് കത്തിച്ചിട്ട് മഴയൊക്കെ പെയ്യുകയാണെങ്കിൽ ഈ പ്ലാസ്റ്റിക്കിൻ്റെ വേസ്റ്റൊക്കെ എന്താണ് ഒലിച്ചു പോയിട്ട് അത് വെള്ളത്തിനെല്ലാം ദോഷമാവില്ലേ, പൊല്യൂട്ട് ചെയ്യും, വെള്ളത്തിനെ മലിനമാക്കും. ഇറ്റ് ഈസ് ഹാംഫുൾ ഫോർ ആൾ ലിവിങ് തിങ്സ്, എല്ലാ ജീവജാലങ്ങൾക്ക് എന്താണ് അത് ദോഷകരമാണ്, ഹാംഫുൾ ആണ്. ഡിസ്കസ് ഇൻ ക്ലാസ്. പ്ലാസ്റ്റിക് ഹാസ് ബിക്കം ആൻ അൺഅവോയ്ഡബിൾ മെറ്റീരിയൽ ഇൻ അവർ ലൈഫ്സ്, നമുക്കെന്താണ് ഉപേക്ഷിക്കാൻ കഴിയാത്തൊരു മെറ്റീരിയലായി മാറിയിട്ടുണ്ട് പ്ലാസ്റ്റിക് അല്ലേ. നമ്മുടെ ജീവിതത്തിൽ ഉപേക്ഷിക്കാൻ കഴിയാത്തൊരു വസ്തുവായിട്ട് മാറിയിട്ടുണ്ട് പ്ലാസ്റ്റിക്. ബട്ട് ഇഫ് ഇറ്റ് ഈസ് ത്രോൺ അവേ ഇൻ ടു ദി സറൗണ്ടിങ്സ് ഓർ ബേൺഡ് ഇറ്റ് ക്യാൻ കോസ് മെനി ഹെൽത്ത് പ്രോബ്ലംസ്. പക്ഷെ അത് നമ്മൾ വലിച്ചെറിയുകയോ കത്തിക്കുകയോ ചെയ്താൽ എന്താണ് കുറേ ആരോഗ്യ പ്രശ്നങ്ങൾ, ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാവും. ദി യൂസ് ഓഫ് സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് ബാഗ്സ് ആൻഡ് പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഷുഡ് ബി മിനിമൈസ്ഡ്. നമ്മൾ ഒരു വട്ടം ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ബാഗുകളും പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽസിൻ്റെ ഉപയോഗം നമ്മൾ കുറയ്ക്കണം, മിനിമൈസ് ചെയ്യണം. പ്ലാസ്റ്റിക് വേസ്റ്റ് ഷുഡ് നോട്ട് ബി ത്രോൺ അവേ ഇൻ ടു ദി സറൗണ്ടിങ്സ്, പ്ലാസ്റ്റിക്കിൻ്റെ വേസ്റ്റ് എന്താണ് നമ്മുടെ ചുറ്റുപാടിലേക്ക് എറിയരുത്. ബട്ട് ഷുഡ് ബി സോർട്ടഡ് ആൻഡ് ഹാൻഡഡ് ഓവർ ടു ദി ഗാർബേജ് കളക്ടേഴ്സ് ഫോർ റീസൈക്ലിംഗ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, വലിച്ചെറിയാതെ അത് എടുത്ത് വെച്ചിട്ട് എന്താണ് ആർക്ക് കൈമാറണം? ഗാർബേജ് കളക്ട് ചെയ്യാൻ വേണ്ടി വരുന്നവർക്ക്, ഹരിതകർമ്മ സേനാംഗങ്ങളില്ലേ, അത് വേസ്റ്റ് കളക്ട് ചെയ്യാൻ വരുന്ന ചേച്ചിമാരില്ല, അവർക്ക് കൈമാറണം റീസൈക്ലിങ്ങിന് വേണ്ടിയിട്ട്. അവരതെന്തെങ്കിലും ഉപയോഗമുള്ള വസ്തുക്കളാക്കി മാറ്റിക്കോളും. നമ്മൾ പ്ലാസ്റ്റിക് വലിച്ചെറിയരുത്, നമ്മുടെ പ്രകൃതിക്ക് ദോഷകരമാണ്. ഇനി നമുക്ക് ഇതിലുള്ള ലെറ്റസ് ആക്സസ് ആക്ടിവിറ്റീസ് നോക്കാം. ലെറ്റസ് ആക്സസ്. സോർട്ട് ദി ഒബ്ജക്ട്സ് മെൻഷൻഡ് ബിലോ ആൻഡ് പുട്ട് ദം ഇൻ ദി അപ്രോപ്രിയേറ്റ് വേസ്റ്റ് ബിൻ. താഴെ തന്നിട്ടുള്ള മെൻഷൻ ചെയ്തിട്ടുള്ള ഒബ്ജക്ട്സ് എന്താണ് അതിൻ്റെ ആയിട്ടുള്ള വേസ്റ്റ് ബിൻ, അപ്രോപ്രിയേറ്റ് വേസ്റ്റ് ബിന്നിൽ ഇടാനാണ് പറഞ്ഞത്. ഏതൊക്കെയാണ് വേസ്റ്റ് ബിൻ ഏതൊക്കെയുള്ള? ഇനോർഗാനിക് വേസ്റ്റ്, ഓർഗാനിക് വേസ്റ്റ്, ഹസാർഡസ് വേസ്റ്റ്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വേസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് സെലക്ട് ചെയ്യുക. PVC പൈപ്പ്, ബനാന, പെസ്റ്റിസൈഡ് ബോട്ടിൽ, വെജിറ്റബിൾ വേസ്റ്റ്, പ്ലാസ്റ്റിക് ബോട്ടിൽ, ബൾബ്, ഫുഡ് വേസ്റ്റ്, മെഡിസിൻസ് ആൻഡ് പ്ലാസ്റ്റിക് കവേഴ്സ്. ഇത് ഏതൊക്കെയാണ്? ഇനോർഗാനിക് വേസ്റ്റ് ഏതൊക്കെയാണ് ഇതിൽ? ഇനോർഗാനിക് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് വേസ്റ്റുകളാണല്ലേ. അപ്പോൾ ഏതാണ്? PVC പൈപ്പ്, പ്ലാസ്റ്റിക് ബോട്ടിൽസ്, പ്ലാസ്റ്റിക് കവേഴ്സ്, ഇതൊക്കെയാണ് ഇനോർഗാനിക്, മണ്ണിൽ വിഘടിക്കാത്ത, ഡീകമ്പോസ് ചെയ്യാത്ത വേസ്റ്റുകൾ. ഇനി ഓർഗാനിക് വേസ്റ്റ് പറഞ്ഞാൽ മണ്ണിൽ വിഘടിക്കുന്ന, ഡീകമ്പോസ് ചെയ്യുന്ന ഫുഡ് വേസ്റ്റുകളാണ് ഓർഗാനിക് ആയിട്ടുള്ളത്, ജൈവ വസ്തുക്കൾ. അതായത് ബനാന, വെജിറ്റബിൾ വേസ്റ്റ്, ഫുഡ് വേസ്റ്റ്, ഫുഡിൻ്റെ വേസ്റ്റ് അതൊക്കെ. ദെൻ ഹസാർഡസ് വേസ്റ്റുകൾ ഏതൊക്കെയാണ്? പെസ്റ്റിസൈഡ് ബോട്ടിൽസ്, ബൾബ്സ്, മെഡിസിൻസ്, ഇലക്ട്രോണിക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതും ഉണ്ടാവും. ഇതിലുള്ളത് ഏതാനാണ് പറഞ്ഞത്? സെക്കൻഡ് ക്വസ്റ്റ്യൻ. പ്രിപ്പയർ ആൻ ഒബ്സർവേഷൻ ടേബിൾ ടു നോ വെദർ യുവർ ഹോം ആൻഡ് സറൗണ്ടിങ്സ് ആർ ക്ലീൻ. നിങ്ങളുടെ വീടും പരിസരവും വൃത്തിയുള്ളതാണോ, ക്ലീൻ ആയിട്ടുള്ളതാണോ എന്നറിയാൻ ഒരു ഒബ്സർവേഷൻ ടേബിൾ ഉണ്ടാക്കാനാണ് പറഞ്ഞത്. റൈറ്റ് ഡൗൺ ദി സ്റ്റെപ്സ് യു ക്യാൻ ടേക്ക് ടു കീപ് യുവർ ഹോം ആൻഡ് സറൗണ്ടിങ്സ് ക്ലീൻ ബേസ്ഡ് ഓൺ ദി ഇൻഫർമേഷൻ ഇൻ ദി ടേബിൾ. നിങ്ങളുടെ വീടും പരിസരവും വൃത്തിയായി ക്ലീനായി സൂക്ഷിക്കാനുള്ള സ്റ്റെപ്സ് എഴുതാനാണ് പറഞ്ഞത്. നിങ്ങൾ നേരത്തെ തന്നിട്ടുള്ള ടേബിളിലുള്ള ഇൻഫോർമേഷൻ്റെ അടിസ്ഥാനത്തിൽ, നമ്മൾ നേരത്തെ ഒരു ടേബിൾ ചെയ്തിരുന്നല്ലേ, അതേപോലെ അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ വീടും പരിസരവും സ്കൂളിൻ്റെ ക്ലീൻ ആണോ നമ്മൾ ചെക്ക് ചെയ്തു, അതേപോലെ നിങ്ങളുടെ വീടും പരിസരവും വൃത്തിയുള്ളതാണോ എന്ന് ചെക്ക് ചെയ്യാനൊരു ടേബിൾ ഉണ്ടാക്കാനാണ് പറഞ്ഞത്. നമ്മുടെ ഹോമും സറൗണ്ടിങ്സും ക്ലീൻ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ
എന്താണ് വീടും പരിസരവും വൃത്തിയുള്ളതാണോ ചെക്ക് ചെയ്യാനൊരു ടേബിൾ ഉണ്ടാക്കാം, ഒബ്സർവേഷൻ ടേബിൾ ഉണ്ടാക്കാനാണ് പറഞ്ഞത്. അതിൻ്റെ ആൻസർ ആണിത്. ദർ ഈസ് നോ പ്ലാസ്റ്റിക് വേസ്റ്റ് ലൈയിങ് അറൗണ്ട് ദി ഹൗസ്. വീടിന് ചുറ്റും എന്താണ് പ്ലാസ്റ്റിക്കിൻ്റെ വേസ്റ്റ് ഒന്നും ഇല്ല, ഇല്ലെങ്കിൽ ടിക്ക് ചെയ്യുക. ദർ ഈസ് നോ ബ്രോക്കൺ ടയേഴ്സ് ആൻഡ് ഓൾഡ് ടയേഴ്സ് അറൗണ്ട് ദി ഹൗസ്. ബ്രോക്കൺ ആയിട്ടുള്ളതും പൊട്ടിയതും പഴയ ടയേഴ്സ് ഒന്നും വീടിന് ചുറ്റുമില്ല, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ടിക്ക് ചെയ്യാം. ഇനി ഉണ്ടെങ്കിൽ പഴയ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ലോസിൽ ഇൻറ്റു മാർക്ക് ചെയ്യാം. ദി ഫോറസ്റ്റ് അറൗണ്ട് ദി ഹൗസ് ഹാസ് ബീൻ കട്ട് ഡൗൺ. വീട്ടിലെ കാടൊക്കെ എന്താണ് വെട്ടി തളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടിക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇൻറ്റു വിട്ടിടാം. ദി വെൽ ഈസ് കവേർഡ് വിത്ത് എ നെറ്റ്. നിങ്ങളുടെ കിണർ ഒരു നെറ്റ് ഉപയോഗിച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ടിക്ക് ചെയ്യാം. ദർ ഈസ് നോ സീവേജ് ഇൻ ദി ഹൗസ്. വീട്ടിലെന്താണ് വേസ്റ്റ് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് അതും ടിക്ക് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം ശരിയാണെങ്കിൽ ടിക്കാണെങ്കിൽ നിങ്ങളുടെ വീടും പരിസരവും വൃത്തിയുള്ളതാണ്, ഇല്ലെങ്കിൽ എന്താണ് വൃത്തിയില്ലാത്ത വീടാണ്. നെക്സ്റ്റ് എന്താണ് ചോദിച്ചത്, റൈറ്റ് ഡൗൺ ദി സ്റ്റെപ്സ് യു ക്യാൻ ടേക്ക് ടു കീപ് ഹോം ആൻഡ് സറൗണ്ടിങ്സ് ക്ലീനിലെ. വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കാൻ നിങ്ങൾ എന്തൊക്കെ സ്റ്റെപ്സ് എടുക്കും, എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. സ്റ്റെപ്സ് ടു ക്ലീൻ ഹൗസ് ആൻഡ് സറൗണ്ടിങ്സ്. എന്തൊക്കെയാണ് വീടും പരിസരവും വൃത്തിയായിരിക്കാൻ നമ്മൾ ചെയ്യേണ്ടത്. കട്ട് ദി ഫോറസ്റ്റ് അറൗണ്ട് യുവർ ഹൗസ്. വീടിന് ചുറ്റുമുള്ള കാടൊക്കെ വെട്ടി തളിക്കുക. ഡിസ്പോസൽ ഓഫ് ദി വേസ്റ്റ് പ്ലാസ്റ്റിക് ക്യാൻസ് ആൻഡ് ടയേഴ്സ്. പ്ലാസ്റ്റിക് വേസ്റ്റും ക്യാനും ടയേഴ്സൊക്കെ എന്താണ് ഒഴിവാക്കി അവിടുന്ന് വീടിൻ്റെ പരിസരത്ത് നിന്ന് ഒഴിവാക്കിയിട്ട് എവിടെയെങ്കിലും സുരക്ഷിതമായി വെക്കുക. കവർ ദി വെൽ വിത്ത് എ നെറ്റ്. കിണറൊക്കെ എന്താണ് ഒരു നെറ്റ് ഉപയോഗിച്ച് കവർ ചെയ്യുക. അവോയ്ഡ് ദി ഡേർട്ടി സിറ്റുവേഷൻസ്. മലിനമായ സിറ്റുവേഷൻസ് എല്ലാം ഒഴിവാക്കുക, അതായത് വീടൊക്കെ വൃത്തിയാക്കുക. മലിനജലമൊക്കെ കെട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കുക. ഹാവ് എ ഡ്രൈ ഡേ അറ്റ്ലീസ്റ്റ് വൺസ് എ വീക്ക്. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഡ്രൈ ഡേ ആചരിക്കുക, അതായത് കെട്ടിക്കിടക്കുന്ന വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കിയിട്ട് വീടും പരിസരവും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വൃത്തിയാക്കുക. അപ്പോൾ നമ്മുടെ പവർ ഓഫ് ക്ലീനിനെസ് എന്ന 5ാമത്തെ യൂണിറ്റും അതിലെ ആക്ടിവിറ്റീസ് എല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ എൻ്റെ ഈ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ സബ്ജക്ട്സും എൻ്റെ പ്ലേലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.